യു ഡോണ്ട് ടേക്ക് എ ഫോട്ടോഗ്രാഫ്, യു മേക്ക് ഇറ്റ്. നിങ്ങൾ ചുമ്മാ പോയിട്ടൊരു ഫോട്ടോ എടുക്കുകയല്ല, അത് ക്രിയേറ്റീവായിട്ട് അടിപൊളിയായിട്ട് നിർമ്മിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാണ് അൻസൽ ആഡംസ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയുന്നത്. നന്നായിട്ടൊരു ചിത്രം പകർത്തണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടൂള് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും കൂടെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഫോട്ടത്തിന്റെ ഷൂട്ട് ലൈക്ക് എ പ്രോ സീരീസിലെ 2ാമത്തെ എപ്പിസോഡിൽ നിന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല ചില ഫീച്ചേഴ്സുകളുണ്ട്. ഇതെങ്ങനെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം എന്ന്. ആക്ഷൻ ഷോട്ട്സ് യൂസിങ് ബേസ്റ്റ് മോഡ്. കൃത്യമായിട്ടുള്ള ആ ഒരു മൊമെന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്നേക്കുമായിട്ട് മിസ്സായി പോകുന്ന ചില മൊമെന്റുകൾ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവാറുണ്ട്. മിക്കവാറും കാത്തിരുന്ന് ആ ഒരു കറക്റ്റ് സമയത്ത് ക്ലിക്ക് ചെയ്യാൻ നോക്കുകയും അപ്പോഴേക്കും നമ്മുടെ ആ ആക്ഷൻ കഴിഞ്ഞു പോവുകയും ഫോട്ടോ കിട്ടാതെ പോവുകയും ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ചില ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ആക്ഷനുകളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ബേസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. ബേസ്റ്റ് മോഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ചിത്രങ്ങൾ പകർത്തുകയും അതിൽ ഏറ്റവും നല്ലൊരു ചിത്രം നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും. പല ക്യാമറകളിലും ബേസ്റ്റ് മോഡിനുള്ള സെറ്റിംഗ്സുകൾ വളരെ ഡിഫറൻ്റ് ആണ്. ചിലതിൽ പോയിട്ട് നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് ബേസ്റ്റ് മോഡ് ഓൺ ആക്കേണ്ടി വരും. ലേറ്റസ്റ്റ് ക്യാമറകളിൽ പൊതുവേ കണ്ടുവരുന്നത് നമ്മുടെ ക്ലിക്ക് ബട്ടൺ അമർത്തി പിടിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോകൾ എടുക്കുക അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് നമുക്ക് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ചില ഇവൻറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ ഡാൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇവൻറ്റ്, ഒരു ആക്ഷൻ സംഭവങ്ങൾ. ഇതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ചില ചെറിയ കുട്ടികളുടെ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ പകർത്താൻ നോക്കും. അവർ ഏത് മൊമെൻറ്റിലാണ് ഭംഗിയുള്ള ചില ഫേസസുകൾ നമുക്ക് തരികയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ബേസ്റ്റ് മോഡ് ഉപയോഗിച്ചിട്ട് ഇത്തരം ചിത്രങ്ങൾ നമുക്ക് പകർത്താൻ പറ്റും. ടേക്ക് കൺട്രോൾ ഓഫ് ഫോക്കസ്. നമ്മളൊരു ചിത്രം പകർത്തുന്ന സമയത്ത് പൊതുവേ നമ്മൾ ക്യാമറ ഡയറക്റ്റ് ആയിട്ട് ആ സീനിലേക്ക് വയ്ക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഈ സമയത്ത് എന്തിനെ ഫോക്കസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ക്യാമറയാണ്, എന്നാൽ ഫോട്ടോഗ്രാഫർ അല്ല. ഒരു ചിത്രം പകർത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഫോട്ടോഗ്രാഫർ തീരുമാനിക്കേണ്ട കാര്യം എന്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മൊബൈൽ ഫോണിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ ഫോക്കസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ മാനുവലി ഫോക്കസ് സെറ്റ് ചെയ്യാനുള്ളതോ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ഉദാഹരണം പരിശോധിക്കാം. നമ്മളൊരു ഫോട്ടോഗ്രാഫറിന്റെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ക്യാമറയിൽ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറിന്റെ ഫേസിൽ ഫോക്കസ് ചെയ്യാം. ഇപ്പം നമുക്ക് ക്യാമറയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ അവിടെ ടച്ച് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. ഇനി നമ്മുടെ ഫോട്ടോഗ്രാഫറിനാണ് പ്രാധാന്യം ഇവിടെ കൊടുക്കേണ്ടതെങ്കിൽ ഫോട്ടോഗ്രാഫറിന്റെ ഫേസിൽ ടച്ച് ചെയ്യുക, എന്നിട്ട് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക. ഇത്തരത്തിൽ ഒരു ചിത്രം എടുക്കുന്ന സമയത്ത് ഫോക്കസിന്റെ ഫുൾ കൺട്രോളും നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കണം. ക്യാമറയ്ക്ക് ചുമ്മാ വിട്ടുകൊടുക്കാൻ പാടില്ല. ഡോണ്ട് സൂം, മൂവ് ക്ലോസർ. നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് സൂം ചെയ്തൊക്കെ ഫോട്ടോ എടുക്കാറുണ്ട്. എടുക്കുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് തോന്നുമെങ്കിലും അത് അത്ര നല്ല പരിപാടിയല്ല. നമ്മുടെ DSLR-ലോ അല്ലെങ്കിൽ മിറർലെസ്സിലോ ഒക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് സൂം ലെൻസുകൾ ഉണ്ടാവും. ആ ലെൻസ് ഉപയോഗിച്ചിട്ട് സൂം ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചിത്രങ്ങൾ എടുക്കാം. ഇവിടെ സംഭവിക്കുന്നത് ഒപ്റ്റിക്കൽ സൂമാണ്. ഇവിടെ ചിത്രങ്ങളുടെ ക്വാളിറ്റി ഒത്തിരി കുറയുന്നില്ല. എന്നാൽ നമ്മൾ മൊബൈലിൽ സൂം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അവിടെ ഒപ്റ്റിക്കൽ സൂം അല്ല, ഡിജിറ്റൽ സൂമാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നോർമൽ ഫ്രെയിമിൽ പകർത്തുന്ന ഒരു ചിത്രത്തിനെ ക്യാമറ ക്രോപ്പ് ചെയ്തിട്ട് നമ്മളെ കാണിക്കുകയാണ്. ക്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മുടെ റെസല്യൂഷനും ക്വാളിറ്റിയും ഒക്കെ കുറയും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ സൂം ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ അടുത്തോട്ട് പോയിട്ട് നന്നായിട്ട് ചിത്രങ്ങൾ പകർത്തുക. ഇനിയിപ്പം അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടി അടുത്തോട്ട് പോയിട്ട് എടുക്കാൻ പറ്റിയ സാഹചര്യം ഇല്ല എങ്കിൽ ഏറ്റവും നല്ലത് നോർമൽ ഫ്രെയിമിൽ തന്നെ ചിത്രങ്ങൾ പകർത്തുക. എന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സൂം ചെയ്ത് ക്രോപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തായാലും ആദ്യം തന്നെ സൂം ചെയ്തിട്ട് അങ്ങ് എടുത്താൽ പോരെയെന്ന്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഫ്രെയിമിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും വേറൊരു രീതിയിൽ അതിനെ റീഫ്രെയിം ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുക. അടുത്ത് പോയിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ക്രോപ്പ് ചെയ്യുക. ടേക്ക് കൺട്രോൾ ഓഫ് എക്സ്പോഷർ. വെളിച്ചമാണ് ഒരു ചിത്രത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഒരു ചിത്രത്തിലെ വെളിച്ചത്തിന് നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നിടത്താണ് നല്ല ചിത്രങ്ങൾ ഉണ്ടാകുന്നത്. മൊബൈൽ ഫോണിൽ നമ്മൾ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് പൊതുവേ നമുക്ക് വെളിച്ചം കൂടിയതും അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ചിത്രങ്ങളാണ് കിട്ടാറുള്ളത്. എന്നാൽ നമുക്ക് മൊബൈൽ ഫോണിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ആ ചിത്രത്തിൻ്റെ എക്സ്പോഷർ ക്രമീകരിക്കാൻ പറ്റും. ഇത്തരത്തിൽ നമ്മൾ വെളിച്ചം ക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിത്രങ്ങൾ പകർത്താൻ പറ്റും. 2 ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ഈ ഒരു ഫ്രെയിമിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് എക്സ്പോഷർ കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ പ്യുവർ വൈറ്റ് ആയിട്ട് മാറുന്നത് കാണാം.
അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നതിനേക്കാളും മനോഹരമായിട്ടുള്ള മറ്റൊരു ചിത്രം നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം. ഇനി രണ്ടാമതായിട്ട് വേറൊരു ഉദാഹരണം പരിശോധിക്കാം. ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ പോർട്രേറ്റ് പകർത്തുമ്പോൾ നമ്മൾ നോർമലി പകർത്തുന്ന സമയത്ത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് കിട്ടുന്നത്. എന്നാൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് എക്സ്പോഷർ കുറയ്ക്കുന്ന സമയത്ത് കൂടുതൽ ഷാഡോസ് കയറി വരികയും കുറച്ചുകൂടെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടുകയും ചെയ്യും. ഓരോ സിറ്റുവേഷനും അനുസരിച്ച് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എക്സ്പോഷർ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്തിട്ട് ആ ഒരു ചിത്രത്തിന് വേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു എക്സ്പോഷർ സെറ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. ഫോക്കസ് ആൻഡ് എക്സ്പോഷർ ലോക്ക്. ഒരു ഫ്രെയിമിൽ നമ്മളൊരു സബ്ജക്റ്റിൽ ടച്ച് ചെയ്തിട്ട് ഫോക്കസും എക്സ്പോഷറും ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഫ്രെയിം ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇനി പുതിയൊരു എലമെന്റോ എന്തെങ്കിലുമൊക്കെ കയറി വരുന്ന സമയത്തൊക്കെ അതിന്റെ ഫോക്കസും അതുപോലെ തന്നെ എക്സ്പോഷറും കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവാറുണ്ട്. എന്നാൽ നമ്മുടെ ഫോക്കസോ എക്സ്പോഷറോ മാറാതെ നമുക്ക് ഫ്രെയിം റീഅഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ സ്ക്രീനിൽ അമർത്തി ഞെക്കി കഴിഞ്ഞാൽ ഫോക്കസും എക്സ്പോഷറും ലോക്ക് ആവും. ഇനി നമ്മൾ ഫ്രെയിമിനെ ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഫോക്കസ് മാറാതെ തന്നെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ക്രിയേറ്റീവ് യൂസ് ഓഫ് പനോരമ മോഡ്. പൊതുവെ വളരെ വലിയ ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പനോരമ മോഡ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് പനോരമ മോഡിനെ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി ചിത്രങ്ങൾ പകർത്താൻ പറ്റും. നമുക്ക് ഇത്തരത്തിലുള്ള രണ്ട് രസകരമായിട്ടുള്ള എക്സാമ്പിളുകൾ നോക്കാം. ആദ്യത്തേത്, നമ്മുടെ ഒരു ഫ്രെയിമിൽ തന്നെ ഒരേ ക്യാരക്ടറിനെ രണ്ട് രീതിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം പനോരമ പകർത്തുമ്പോൾ ആദ്യത്തെ ഫ്രെയിമിൽ നമ്മുടെ ക്യാരക്ടർ ഒരു രീതിയിൽ പോസ് ചെയ്യും. അടുത്ത ഫ്രെയിമിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ ക്യാരക്ടർ അടുത്ത ഫ്രെയിമിലോട്ട് കയറി നിന്ന് വേറൊരു രീതിയിൽ പോസ് ചെയ്യുകയും ചെയ്യാം. ഇത്തരത്തിൽ ഒരേ ക്യാരക്ടറിനെ ഡബിൾ ആക്കി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് വളരെ രസകരമായിട്ട് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ പകർത്താൻ പറ്റും. രണ്ടാമത്തത്, വെർട്ടിക്കൽ പനോരമ. പൊതുവെ നമ്മൾ പനോരമ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലിയാണ് മൂവ് ചെയ്തിട്ട് ചിത്രങ്ങൾ എടുക്കാറുള്ളത്. എന്നാൽ പനോരമ മോഡ് നമ്മൾ വെർട്ടിക്കലി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ പകർത്താൻ പറ്റും. എസ്പെഷ്യലി വലിയ മരങ്ങളും അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ള അവസ്ഥകളിലാണെങ്കിൽ ഈ വെർട്ടിക്കലി നമ്മൾ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. നമ്മളൊരു നോർമൽ ഫ്രെയിമിൽ നമ്മൾ പകർത്തുന്നതിനേക്കാളും ഭംഗിയായിട്ടുള്ള ഫ്രെയിം നമുക്ക് വെർട്ടിക്കലി പനോരമയിൽ എടുക്കുമ്പോൾ കിട്ടും. HDR മോഡ് അഥവാ ഹൈ ഡൈനാമിക് റേഞ്ച് എന്നും പറയും. നമ്മളൊരു ചിത്രത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷനാണ് ഉള്ളതെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റും ഫോർഗ്രൗണ്ട് കുറച്ച് ഇരുണ്ടിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഫോർഗ്രൗണ്ടിലും ബാക്ക്ഗ്രൗണ്ടിലും ഒരേപോലെ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ HDR മോഡ് ഓൺ ആക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇരുണ്ട സ്ഥലങ്ങളിലും കുറച്ചുകൂടെ എക്സ്പോഷർ ഉള്ള രീതിയിൽ ഫോട്ടോകൾ കിട്ടും. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ക്യാമറ രണ്ട് സിറ്റുവേഷനും അനുസരിച്ചുള്ള എക്സ്പോഷറിൽ ചിത്രങ്ങൾ എടുക്കുകയും ഇത് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒരു ഔട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില സിറ്റുവേഷനിൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് വെളിച്ചുള്ള സമയത്ത് ഫോർഗ്രൗണ്ട് നമുക്ക് മനോഹരമായിട്ടുള്ള സിലോയിറ്റ് ഇമേജുകളായിരിക്കും കിട്ടുക. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ് നമുക്കത് സിലോയിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണോ അല്ല ഫോർഗ്രൗണ്ടിലും വെളിച്ചം വേണോ എന്നുള്ളത്. അതുകൊണ്ട് ഓരോ സിറ്റുവേഷനും അനുസരിച്ചും വേണമെങ്കിൽ മാത്രം HDR ഓൺ ആക്കിയിട്ട് വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ മതി. ഫോണ് തല തിരിച്ച് പിടിച്ച് ഷൂട്ട് ചെയ്യാം. ചില സിറ്റുവേഷനുകൾ നമ്മൾ ഫോണ് നോർമലി പിടിക്കുന്ന രീതിയിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് തല തിരിച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുവരെ കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ലെൻസിൻ്റെ പൊസിഷൻ മാറിയും അത് വളരെ ലോവർ ആംഗിളിലേക്ക് പോവുകയും ചെയ്യുന്നതുകൊണ്ട് ചിത്രം കുറച്ചുകൂടി അടിപൊളിയായിട്ട് മാറുന്നത് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് റിഫ്ലക്ഷൻ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്തും അല്ലാതെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ്. ഇനി പ്രോ മോഡിൽ ചിത്രങ്ങൾ എടുക്കാനുള്ള ടെക്നിക്കുകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. See you guys. Bye bye.